എന്തെങ്കിലും ഫണ്ണി മൊമെന്റ്സ് ആ സെറ്റിൽ ഫണ്ണി മൊമെന്റ്സ് ഇത്തിരി കുറവാണ്. സീരിയസ്നെസ് വേണം. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു പുതിയ ഡയറക്ടർ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഭഗതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ക്യാരക്ടറിന്റെ കേസ് പറയില്ല. കാരണം അത് കാണുമ്പോൾ മനസ്സിലാവും. കുറച്ച് ആലോചിച്ച് നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷനായിരുന്നു. പക്ഷെ പുള്ളി വിളിച്ച് പറഞ്ഞപ്പോഴേ ഐസക് യെസ്. കാരണം പറഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നി. അതായത് ഡയറക്ടർ സംസാരിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് തോന്നാലോ. ഭഗത്തിന്റെ പ്രായം എനിക്കുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കായിരുന്നു, എനിക്കറിയില്ല. How he acted so seriously in the shooting place. അതില് ഒറിജിനൽ പ്രായമാണോ? അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ വായാണോ ഷൂട്ടിംഗ് സീരിയസ് ആണെന്നല്ലേ പറഞ്ഞിട്ടില്ല. What is an actor? An actor who can emote depending on the situations. Yeah, sure. So I do it. So on that situation you are damn serious. This is how it has to be now. കറക്റ്റ് സ്വന്തം പ്രായമായിരുന്നു. ഇല്ല, ഞങ്ങൾ തമ്മിൽ ഇന്നാ കാണുന്നത്. I have met her today morning for the first time. അതുകൊണ്ട് ഇന്നാ കാണുന്നത്. സോ ഞാൻ പുള്ളിയെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അതാണ് ഷോർട്സ് കുറച്ച് ഇങ്ങോട്ട് കുറവ്, ഗൺ ഷോട്ട്സ് ഇങ്ങോട്ട് കുറവായിട്ട് വരുന്നത്. നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ നല്ല കമ്പനിയാണ്. പിന്നെ അതിന് ഇടിയാണ് അടിയാണ്, പക്ഷെ നല്ല കമ്പനിയാണ്. പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് പാരവെപ്പാണ്. You created a great bond within this movies, right? എല്ലാരും just like a family you behave. Cat and mouse bond ഉണ്ട്. അല്ല, പക്ഷെ സാധാരണ ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ രണ്ട് പെണ്ണുങ്ങളുണ്ട് ഒരേ സെറ്റിൽ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഉണ്ടായിട്ടുണ്ട്, ഇതിനു മുമ്പ് എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതില് ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു. മാം കുറെ ഗ്യാപ്പ് ഉണ്ടായിട്ടെന്ന് പറഞ്ഞല്ലേ. ഓൾസോ മേ ഐ നോ ദ റീസൺ അബൌട്ട് ദാറ്റ്? റീസൺ ആക്ടിങ് വേണ്ടെന്ന് വെച്ച് പോയതാ. വേണ്ട, ഇനി അഭിനയിക്കുന്നില്ല എന്ന് വെച്ച് ഇപ്പൊ ഞാൻ ആ സമയത്ത് അങ്ങനെ തോന്നി ചെയ്യേണ്ടതാണ്. മൊയ്തും കഴിഞ്ഞിട്ട് ഇനി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് 17 വരെ ഒന്നും ചെയ്തില്ല. 17 TV ഒരു ഷോ വിളിച്ചു, ഡെയർ ദി ഫിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കുറച്ചൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഷോ ആയിരുന്നു, സ്റ്റൺ ഷോ ആയിരുന്നു. കുറച്ച് പാമ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള പരിപാടിയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയ ഒരു ഡിഫറെന്റ്. സോ അത് അങ്ങനെയാണ് തിരിച്ച് മീഡിയയിൽ വരുന്നത്. പിന്നെ ടെലിവിഷനിലായിരുന്നു കുറച്ചുനാൾ. ഇപ്പോൾ ഒരു 5-3 റിലീസിനുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ തോന്നുന്നു ഞാനും കുറച്ചും കൂടി സീരിയസ് ആയി. അന്നത്തെ സമയത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു വരുന്നു, ആരോ വിളിക്കുന്നു, കഥ കേൾക്കുന്നു, അഭിനയിക്കുന്നു, എന്തോ ചെയ്തിട്ട് വരുന്നു, അങ്ങനെ തന്നെ വേണം പറയാൻ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കുറച്ചും കൂടി അതുപോലെ ചൂസിംഗ് എന്ന് പറയാൻ അതിന് മാത്രം ഓപ്ഷൻസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. സത്യമാണ്, എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല, വരുന്നില്ല. സോ ഉള്ളതിൽ നിന്ന് നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നും. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഇപ്പൊ പോലൊരു സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ചെയ്യേണ്ടായിരുന്നു. പക്ഷെ ഇനി എനിക്കിത് മാറ്റാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ കഥ കേൾക്കുമ്പോൾ നല്ല ലൈനായിരിക്കും, ചെയ്ത് കഴിയുമ്പോൾ അത് തോന്നുന്നു ഇഷ്യൂ. പക്ഷെ ഇതൊരു കുറേ ആൾക്കാരുടെ ലൈഫല്ല. അപ്പൊ ഞാനൊരു 3 ദിവസം കഴിഞ്ഞിട്ട് ആ സെറ്റിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അവൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട്. അന്ന് വിചാരിച്ച് ആ ഒരു പടം ചെയ്തതാണ്. പക്ഷെ ചിലപ്പോൾ അങ്ങനെ അബദ്ധങ്ങൾ ചെയ്ത് നമ്മൾ നല്ല കാര്യങ്ങൾ പഠിക്കുന്നു പറയില്ലേ, ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കൂടെ. ഓക്കെ, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഇനി ഇങ്ങനത്തെ മട്ടത്തിലുള്ള ചെയ്യരുത്. ഈ മൂവി ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോവായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും. അത് കണ്ടിട്ട് ആൾക്കാരാണ്, സ്വന്തം ഒപ്പീനിയൻ ആണ് ഞാൻ ചോദിക്കുന്നത്. കാരണം നല്ലൊരു കമ്പാക്ട് അല്ലേ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഡിനൈ ചെയ്തു, വേറെ ഒരാൾ ചെയ്തു, അത് നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് കണ്ട്, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടും. ഉറപ്പായിട്ടും. മോർ ദാൻ ദാറ്റ് എന്താന്ന് പറയാ, ഇതിലെന്താ വെച്ചാൽ നമ്മള് ഇനിയിപ്പോ ഈ സിനിമ വിജയമോ പരാജയമോ ആയാലും ഇതൊരു സൈലന്റ് ആയിട്ടുള്ള, മീൻസ് ഡയലോഗ്ലെസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഹിസ്റ്ററിയുടെ ഭാഗമാണെന്നുള്ളത് അതൊരു നിങ്ങളുടെ പേരുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കപ്പെടുന്നതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് അതുകൊണ്ട് തന്നെ ഇതിപ്പോ സിനിമ ഓഫ് കോഴ്സ് ഇതൊരു എന്താണ് പറയാ, വളരെ കൃത്യമായിട്ടൊരു കൊമേഴ്സ്യൽ ത്രെഡാണ്, കൊമേഴ്സ്യൽ മൂവി തന്നെയാണ്. ഡയലോഗ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ മൂവി അപ്പൊ അത് കൃത്യമായിട്ട് ആളുകൾ വിലയിരുത്തപ്പെടണം. പക്ഷെ സ്റ്റിൽ അതിൽ ഭാഗമായ പ്രോസസ്സിന്റെ ഭാഗമായെന്നുള്ളത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.